നഷ്ടപ്പെടുന്ന രാജ്യസഭാ സീറ്റിനെ മറികടക്കേണ്ടത് എങ്ങനെയാണെന്ന് കോൺഗ്രസിന് അറിയാം എന്ന് കെ സി വേണുഗോപാൽ. ബി ജെ പിയെ തോൽപ്പിക്കാൻ ആവശ്യമായ സംഖ്യയാണ് കോൺഗ്രസിന്റെ ടാർഗറ്റ്. പത്മജിയുടെ രാഷ്ട്രീയ മാറ്റം CPIM BJP പാക്കേജാണെന്നും മുൻ DGP ലോക്നാഥ് ബെഹ്റയാണ് BJP പ്രവേശനത്തിന് പിന്നിലെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു. ആലപ്പുഴയിലേക്ക് പുറപ്പെടാനൊരുങ്ങുന്ന കെ സി വേണുഗോപാൽ ഇപ്പോൾ 24 ചേരുകയാണ്. KR ഗൗരിയമ്മയെ പരാജയപ്പെടുത്തിയ ആളാണ് എതിർ സ്ഥാനാർത്ഥി. മത്സരം കടുപ്പമല്ലേ? അല്ല, എതിർ സ്ഥാനാർത്ഥിയെ കുറച്ച് കാണാൻ ഒട്ടും ഞാൻ ആഗ്രഹിക്കുന്നില്ല. തിരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ എപ്പോഴും തിരഞ്ഞെടുപ്പാണ്. എല്ലാ സ്ഥാനാർത്ഥികൾക്കും അവരുടേതായിട്ടുള്ള കഴിവുണ്ട്, അവരുടേതായിട്ടുള്ള ഇതുണ്ട്. ഞാൻ ആരെയും കുറച്ച് കാണാൻ ആഗ്രഹിക്കുന്നില്ല. നല്ല മത്സരമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. ഈ രാജ്യസഭ ഉപേക്ഷിക്കുമ്പോൾ അവിടെ വരുന്നത് BJP അംഗമാകും. അപ്പോൾ CPMന്റെ അക്കൗണ്ട് ക്ലോസ് ചെയ്ത് വരുന്നത് എന്ത് സന്ദേശമാകും നൽകുക? ഞാൻ പലവട്ടമായിട്ട് മറുപടി പറഞ്ഞിട്ടുണ്ട്. ഈ ഇലക്ഷൻ ലോക്സഭാ ഇലക്ഷനാണ്. ലോക്സഭാ ഇലക്ഷനിൽ കോൺഗ്രസിൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് BJPയെ പരമാവധി തോൽപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള നമ്പറുമായിട്ട് കോൺഗ്രസ് വരിക എന്നുള്ളതാണ്. കോൺഗ്രസ് ആ നമ്പറുമായിട്ട് മുന്നോട്ട് വരാൻ വേണ്ടിയിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പിലുമാണ്. ഞങ്ങളുടെ ഫസ്റ്റ് പ്രയോറിറ്റി ഈ ഘട്ടകാലത്ത് ജനാധിപത്യ അവകാശങ്ങളെ ചവിട്ടിമതിച്ച് എതിരാളികളെയെല്ലാം ജയിലിലടച്ച് അവരെയെല്ലാം കേസിൽപ്പെടുത്തി പ്രവർത്തിക്കാൻ സ്വാതന്ത്ര്യം കൊടുക്കാത്ത ഒരു ഗവൺമെൻറ്റിനെ അന്ത്യം കുറിക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി ഓരോ സീറ്റും നിർണായകമാണ്. ആ സീറ്റുമായി മുന്നോട്ട് വരും. ഈ കോൺഗ്രസിന് വോട്ട് ചെയ്യുന്നത് BJP അംഗങ്ങൾക്ക് കൊടുത്ത തുല്യമാണെന്ന ആരോപണമാണ്, അല്ലെങ്കിൽ പ്രചരണമാണ് സംസ്ഥാനം നടക്കുന്നത്. ഇതിനെങ്ങനെ മറികടക്കും? അത് ഫലത്തിൽ തെളിയിക്കേണ്ടത് CPM ആണ്. ബംഗാളിലെ CPM BJP ആരാണ് ഇപ്പോൾ സത്യത്തിൽ? വാട്ട് യു മീൻ ബൈ BJP ഓഫ് ബംഗാൾ? CPMൻ്റെ മുഴുവൻ പാർട്ടി ഓഫീസുകളും സുഹൃത്തുക്കളെ ഇപ്പോൾ BJP ഓഫീസായിട്ട് മാറിയിരിക്കുകയാണ്. ഞാൻ നിങ്ങൾക്ക് ലിസ്റ്റ് തരാം, ഒരു 10-20 MLA-മാരുടെ ലിസ്റ്റ് തരാം. CPM MLA-മാർ BJP ചേർന്നിരിക്കുന്നത് ബംഗാളിലാണെന്ന് പറഞ്ഞ് കൊഴിയാൻ പറ്റില്ല. ഞങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഈ കാലഘട്ടത്തെ നേരിടാൻ ശക്തിയില്ലാത്ത ത്രാണിയില്ലാത്തവരുണ്ടെങ്കിൽ ആരെങ്കിലുമൊക്കെ പോവും. അതിനെ ഞങ്ങൾ ഭയപ്പെടുന്നില്ല. എല്ലാവരും പറഞ്ഞു തെലങ്കാന മുഴുവൻ വാഷ് ഔട്ട് ചെയ്ത് കോൺഗ്രസ് നിന്ന് പോയി. പക്ഷേ ഞങ്ങൾ തിരിച്ചു വന്ന് ഗവൺമെൻറ് ഉണ്ടാക്കിയവരാണ്. കർണാടക ഞങ്ങളുടെ പാർട്ടിയിൽ MLA-മാർ രാജിവെച്ച് മുഴുവൻ പോയി, ഗവൺമെൻറ് പോയി എന്ന് പറഞ്ഞു. ഒരു ചോദ്യം, രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വം പുനരാലോചിക്കണമെന്നാണ് CPI ആവശ്യപ്പെട്ടിരിക്കുന്നത്. കാരണം ഇന്ത്യ സഖ്യത്തിനടക്കം തിരിച്ചടി ഉണ്ടാകുന്ന ഒരു തീരുമാനമാകും അത്. സുഹൃത്തെ, ഞങ്ങളിത് ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. രാഹുൽ ഗാന്ധി നേരത്തെ അവിടുത്തെ MP ആണ്, ഇപ്പോഴും MP ആണ്. രാഹുൽ ഗാന്ധിയോടോ ഇന്ത്യ സഖ്യത്തോടോ മമതയുണ്ടെങ്കിൽ കാര്യമായ സ്റ്റേക്കൊന്നും ഇല്ലാത്ത പാർട്ടിയാണ് അവിടുത്തെ CPI വയനാട്ടിൽ. അവർ പിൻവലിക്കുകയാണ് വേണ്ടത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വ്യക്തമാണ്, ഒരു CPM BJP പാക്കേജാണ് ഇത്. എന്തായാലും ആലപ്പുഴയിലേക്ക് KC പോകാൻ ഒരുങ്ങും മുമ്പാണ് ഇപ്പോൾ 24 പ്രതികരിച്ചിരിക്കുന്നത്. വലിയ വിജയപ്രതീക്ഷയിലാണ്. എതിരാളി ആരാണ് നോക്കുന്നില്ല. കാരണം പാർലമെന്റിൽ കോൺഗ്രസ് ശക്തിപ്പെടുത്തുകയാണ് ലക്ഷ്യം. അതിന്റെ എല്ലാ നടപടികളും ഇത്തവണത്തെ പാർലമെന്റ് ഇലക്ഷനിൽ ഉണ്ടാകുമെന്നാണ് KC ഇപ്പോൾ വ്യക്തമാക്കിയത്. ആശിഷ് മട്ടുവിനൊപ്പം നിതിൻ അംബുജൻ, 24.